നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ 18 അടവും പുറത്തിറക്കുകയാണ് മുന്നണികൾ. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന്റെ സ്ഥാനാർത്ഥി അഭ്യർത്ഥനയിൽ വാസ്തവവിരുദ്ധവും വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷനിലെ LDF ഭരണസമിതിയുടെ കാലത്ത് നടപ്പിലാക്കിയ പല വികസന പ്രവർത്തനങ്ങളെയും തന്റെ ഭരണ നേട്ടങ്ങളെ കാണിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് UDF സ്ഥാനാർത്ഥി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് LDF. രണ്ടാനച്ഛനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വടക്കാഞ്ചേരി മംഗലം പീടികയിൽ വീട്ടിൽ ബഷീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ബഷീറിന്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൻ വിതുര സ്വദേശി അജ്മൽ മുഹമ്മദാണ് പിടിയിലായത്. നോവലിസ്റ്റും ശാസ്ത്ര സാഹിത്യകാരനും ബാലസാഹിത്യകാരനുമായിരുന്ന ഡോക്ടർ TR ശങ്കുണ്ണി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കേരള കാർഷിക സർവകലാശാല അക്കാദമിക് വിഭാഗം മുൻ സീനിയർ ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന നിലയിലും പ്രവർത്തിച്ചു. NDA സ്ഥാനാർത്ഥി CC മുകുന്ദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നാട്ടികയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം രാജ്യസഭാംഗം C സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. MK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ഗ്യാസ് സിലിണ്ടറുമായി വീടുകളിലെത്തി വോട്ടഭ്യർത്ഥിച്ച് യുവജന പ്രവർത്തകർ. ഇത്തവണ സ്വതന്ത്രനായാണ് UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് ജനവിധി തേടുന്നത്. ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തിരുവില്ലാമലയിൽ റോഡ് ഷോ നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് T നിർമ്മല അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളത്തിന്റെ പ്രചരണാർത്ഥം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. കേന്ദ്ര പദ്ധതികളെ സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണെന്ന് കാർളം പഞ്ചായത്തിലെ കുടുംബസംഗമത്തിൽ അദ്ദേഹം ആരോപിച്ചു. ചാവക്കാട് നഗരസഭാ മുൻ ചെയർമാൻ KP വത്സലൻ രക്തസാക്ഷി ഫണ്ട് CPM മുക്കിയെന്ന് കോൺഗ്രസ് നേതാവ് C ഗോപപ്രതാപൻ ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KP വത്സലന്റെ മകൻ നിരഞ്ജൻ തന്നെ സമീപിച്ചുവെന്നും ഗോപപ്രതാപൻ പറഞ്ഞു. യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. എറണാകുളം CJM കോടതിയാണ് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കത്തുന്ന ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴയെത്തി. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായി മഴ ലഭിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും നാളെ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിലെ മായന്നൂരിൽ സേവാഭാരതിക്ക് ഭൂമിയും കെട്ടിടവും ദാനം ചെയ്തു. അമേരിക്കയിൽ ദീർഘകാലമായി പൾമണോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ U നന്ദകുമാറാണ് വസ്തു കൈമാറിയത്. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് ചൊവ്വാഴ്ച തൃശൂരിൽ നടക്കും. തൃശൂർ ഹയാത്ത് റീജൻസി നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബിരുദദാനം നിർവഹിക്കും. ജപ്പാൻ ഷോട്ടോത്താൻ കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 48ാമത് ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 11, 12 തീയതികളിൽ തൃശൂർ ടെന്നീസ് അക്കാദമിയിൽ നടക്കും. 1000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര മേളയിൽ ശ്രീലങ്കൻ കരാട്ടെ പ്രസിഡന്റ് HM സിസറകുമാര മുഖ്യാതിഥിയാകും. കയ്പമംഗലത്തെ LDF സ്ഥാനാർത്ഥി KK വത്സരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDYF മണ്ഡലം കമ്മിറ്റി റോഡ് ഷോ സംഘടിപ്പിച്ചു. എടത്തുരുത്തി പുളിഞ്ചോട് നിന്ന് ആരംഭിച്ച റോഡ് ഷോ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നംകുളം നഗരത്തിൽ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി സ്വകാര്യ ഏജൻസിയുടെ കൂറ്റൻ പരസ്യ ബോർഡ് അപകട ഭീഷണിയാകും. കുന്നംകുളം നഗരത്തിൽ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി സ്വകാര്യ ഏജൻസിയുടെ കൂറ്റൻ പരസ്യ ബോർഡ്. നഗരത്തിൽ നിന്നും ഗുരുവായൂർ റോഡിലേക്ക് തിരിയുന്ന പ്രധാന കവലിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ബോർഡാണ് ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലുള്ളത്. നഗരവികസനത്തിൽ LDFന്റെ അവകാശവാദം തള്ളി തൃശൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ. പട്ടാളം റോഡ്, ദിവാൻജിമൂല മേൽപ്പാലം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ താൻ മേയറായിരുന്ന കാലത്താണ് നടപ്പാക്കിയതെന്നും മറിച്ചുള്ള അവകാശവാദങ്ങൾ തെറ്റാണെന്നും രാജൻ പല്ലൻ. UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തും. മാളയിലും കുന്നംകുളത്തും നടക്കുന്ന പൊതുയോഗങ്ങളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. തൃശൂർ വൈദിക വിദ്യാപീഠത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും വാഴക്കുന്നം അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടന്നു. തെക്കേ സ്വാമിയാർ മഠത്തിൽ നടന്ന പുരസ്കാര സമർപ്പണം ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈദിക വിദ്യാപീഠം പ്രസിഡന്റ് രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു.
നിർധനരും രോഗികളും ആലംബഹീനരുമായ 100ഓളം പേർക്ക് ഈസ്റ്റർ ആഘോഷവേളയിൽ മത്സ്യവും മാംസവും അപ്പവും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്ത് പുല്ലഴിയിലെ സൗഹൃദ കൂട്ടായ്മ. പുല്ലഴി സ്വദേശി സൈമൺ നെടുമ്പാക്കാരന്റെ നേതൃത്വത്തിൽ സുഹൃത്തുക്കളായ രാജൻ, തോമസ്, ബിജു എന്നിവർ ചേർന്നാണ് 100ഓളം അർഹർക്ക് സൗജന്യ കിറ്റ് വിതരണം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി പോലീസ്. സുരക്ഷാ ചുമതലകൾക്കായി കേന്ദ്രസേനയും രംഗത്തുണ്ടാകും. കൊട്ടിക്കലാശം, തെരഞ്ഞെടുപ്പ് ദിനം, ഫലപ്രഖ്യാപന ദിനം എന്നിവയ്ക്ക് പ്രത്യേകം സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ എരുമപ്പെട്ടി ടൗണിൽ പര്യടനം നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും വഴിയാത്രക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാൾ 6, 7, 8, 9 തീയതികളിൽ ആഘോഷിക്കും. തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ ദുഃഖശനി ആചരണം ഭക്തിസാന്ദ്രമായി. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ദുഃഖശനി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആമ്പല്ലൂർ പീപ്പിൾസ് ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കേരളോർമ കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ട്രൈലോ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആത്രേയ ക്രിക്കറ്റ് അക്കാദമി ജേതാക്കളായി. ട്രൈഡൻ ക്രിക്കറ്റ് അക്കാദമി റണ്ണറപ്പായി. UDF വടക്കാഞ്ചേരി സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടൂരിൽ റോഡ് ഷോ നടത്തി. സമാപന യോഗത്തിൽ കേരള കോൺഗ്രസ് പ്രസിഡന്റ് CV കുര്യാക്കോസ്, നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. BJP കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശൻ 46ാം ബലിദാന ദിനം ആചരിച്ചു. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.